സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഓണം ബോണസിനൊപ്പം DA കുടിശ്ശികയും ലഭിച്ചേക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ ജീവനക്കാർക്ക് ആശ്വാസമാകുന്നത്. എന്നാൽ അതോടൊപ്പം മുൻകാല പ്രാബല്യം കൂടി ഉണ്ടായാലോ? കഴിഞ്ഞ സർക്കാർ ജീവനക്കാരുടെ ഒരു ക്ഷാമബത്തയ്ക്ക് മുൻകാല പ്രാബല്യം നൽകിയിരുന്നില്ല. ഇത്തവണ ജനുവരി മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ 7 മാസത്തെ DA കുടിശ്ശിക പണമായി നൽകാനാണ് തീരുമാനം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഓണം ബോണസിനൊപ്പം DA കുടിശ്ശികയും ലഭിച്ചേക്കുമെന്ന വാർത്ത ജീവനക്കാർക്ക് ആശ്വാസമായിരുന്നു. ജീവനക്കാരുടെ ജനുവരിയിലെ 2% DAയും പെൻഷൻകാരുടെ തത്തുല്യമായ DRഉം ഓണത്തിന് ബോണസിനും ഉത്സവ ഭത്തയ്ക്കുമൊപ്പം അനുവദിച്ചേക്കുമെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ അതിലും ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ വർഷം ജനുവരി മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ 7 മാസത്തെ DA കുടിശ്ശിക പണമായി നൽകാൻ ആലോചിക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ ജീവനക്കാരുടെ ഒരു ക്ഷാമബത്തയ്ക്കും മുൻകാല പ്രാബല്യം നൽകിയിരുന്നില്ല. 2019 നടപ്പിലാക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം 2021 നടപ്പിലാക്കിയത്. അന്ന് കുടിശ്ശികയുണ്ടായിരുന്ന 7% DAയും അതോടൊപ്പം ലയിപ്പിച്ചിരുന്നു. 2025 ജൂലൈ വരെയുള്ള DA ഈ വർഷമാദ്യം അനുവദിച്ചെങ്കിലും കുടിശ്ശിക നൽകിയിട്ടില്ല. നിലവിൽ സർക്കാർ ജീവനക്കാർക്ക് 35% DAയാണ്. ജനുവരിയിലെ 2% കൂടി ചേരുമ്പോൾ 37% DA ആകും. ജീവനക്കാർക്ക് DA നൽകാൻ 54.20 കോടിയും പെൻഷൻകാർക്ക് DR നൽകണമെങ്കിൽ 38.60 കോടിയും ഉൾപ്പെടെ മാസം 97.80 കോടി രൂപയുടെ അധിക ചെലവുണ്ടാക്കും. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DR കുടിശ്ശിക 36,057 കോടി രൂപയാണ്. 2026 മാർച്ച് 31 കണക്കനുസരിച്ച് സർക്കാരിന്റെ മൊത്തം കുടിശ്ശിക ബാധ്യതയായ 48,733 കോടി രൂപയിൽ ഏറ്റവും വലിയ വിഹിതം സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, സർവീസ് പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ക്ഷാമബത്ത കുടിശ്ശികയാണ്. 2021 ജനുവരി 1 മുതൽ 2026 ഫെബ്രുവരി 28 വരെയുള്ള കാലയളവിലെ ക്ഷാമബത്തയുടെയും ക്ഷമാശ്വാസത്തിന്റെയും മൊത്തം തുക 36,057 കോടി രൂപയാണെന്നാണ് കണക്ക്. VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ എത്തിയിട്ടും പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ അനക്കമില്ലാതെ തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ് IAS ചെയർമാനായ 12ാം ശമ്പള കമ്മീഷൻ രൂപീകരിച്ചിരുന്നത്. ശോഭ VR ആയിരുന്നു അന്ന് സെക്രട്ടറി. അഡ്വക്കേറ്റ് M രാജഗോപാലൻ നായർ, ശ്രീലത സുകുമാരൻ എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ. സുഗമമായ നടത്തിപ്പിനായി ധനകാര്യ വകുപ്പിൽ നിന്ന് 12 ജീവനക്കാരെയും വിവിധ ഉത്തരവുകൾ പ്രകാരം നിയമിച്ചിരുന്നു. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയവും നൽകിയിരുന്നു. പക്ഷേ ഇതുവരെയും അതൊന്നും നടപ്പിലായിട്ടില്ല. മാർച്ച് 25 മുതൽ നിയമസഭാ സെക്രട്ടേറിയറ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വിവിധ സർക്കാർ വകുപ്പുകൾ, സർവീസ് സംഘടനകൾ, വ്യക്തികൾ എന്നിവരിൽ നിന്നും ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് പ്രൊഫോമയും തയ്യാറാക്കിയിരുന്നു. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും ശുപാർശ സമർപ്പിച്ചിട്ടില്ല. VP ജോയ് കമ്മീഷന്റെ കാലാവധി മെയ് 23 അവസാനിച്ചതാണ്. വിവര ശേഖരണം പോലും ഇതുവരേക്കും പൂർത്തിയായിരുന്നില്ല. 2020-21 ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ ശമ്പള പെൻഷൻ ചെലവ് 33,043 കോടിയിൽ നിന്ന് 68,852 കോടിയായി ഉയരുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് 75,319 കോടിയിലെത്തി. പുതിയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയാൽ ചിലവ് 1 ലക്ഷം കോടിയായേക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.